കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഒരു പോലീസ് ഉദ്യോഗസ്ഥനും SFI പ്രവർത്തകരും തമ്മിലുണ്ടായ ഒരു സംഘർഷത്തിന്റെ ഭാഗമായിട്ട് കേരള പോലീസ് അസോസിയേഷൻ അവരുടെ അഭിപ്രായം പങ്കുവച്ച ഒരു വാർത്താക്കുറിപ്പാണ് നമ്മളിവിടെ കണ്ടത്. ശരിയാണ്, ഈ പ്രവൃത്തി തീർച്ചയായിട്ടും ജനാധിപത്യ സമൂഹത്തിന്, കേരളം പോലൊരു സിവിലൈസ്ഡ് സൊസൈറ്റിക്ക് ഒട്ടും ഭൂഷണമായിട്ടുള്ള ഒരു കാര്യമല്ല. ഇത്തരമൊരു പ്രവൃത്തി തുടരുന്നത് അതൊരു അരാജകത്വത്തിലേക്ക് നീങ്ങുമെന്നുള്ളതിൽ സംശയമില്ല. അപ്പോൾ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങളുടെ മെറിറ്റ്സിലേക്കും ഡിമെറിറ്റ്സിലേക്കും നമുക്ക് വരാം. ഞാനിവിടെ പറയാൻ പോകുന്നത് മറ്റൊരു വശമാണ്. നമുക്കറിയാം, സംഘടിക്കുവിൻ ശക്തരാകുമെന്നാണല്ലോ. ഇപ്പോൾ എക്സാമ്പിൾ, അധ്യാപകർക്ക് അവരുടെ സംഘടനയുണ്ട്, അവരുടെ പ്രശ്നങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഉന്നയിക്കാനും അതിന് പരിഹാരം കാണാനും വേണ്ടിയിട്ട്. അതുപോലെ അഭിഭാഷകർക്ക് അവരുടെ സംഘടനയുണ്ട്, സിനിമാ പ്രവർത്തകർക്ക് അവരുടെ സംഘടനയുണ്ട്. അങ്ങനെ ഓരോരോ തൊഴിൽ മേഖലയിലുള്ളവർക്കും അവരുടേതായിട്ടുള്ള സംഘടനകളുണ്ട്. അത് ആവശ്യം തന്നെയാണ് താനും. പക്ഷേ പൊതുജനങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഉൾപ്പെട്ട ഈ പൊതുജനങ്ങൾ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. പക്ഷെ അവർക്ക് മാത്രം ഒരു സംഘടന ഇല്ല എന്നുള്ളതാണ് ഒരു പച്ചയായ യാഥാർത്ഥ്യം. ഇത്തരത്തിലുള്ള പല സിറ്റുവേഷൻസും വരുമ്പോഴാണ് നമുക്ക് അതിന്റെ ഒരു ആവശ്യകത പലപ്പോഴും തോന്നാറുള്ളത്. പലപ്പോഴും പൊതുജനങ്ങൾ സംഘടിതരാവുന്നത് തെരഞ്ഞെടുപ്പുകളും മറ്റും വരുമ്പോഴാണ് എന്നൊക്കെ പറയാം. അപ്പോൾ അത്തരം സമയങ്ങളിൽ അവർ തിരഞ്ഞെടുക്കുന്ന അവരുടെ ജനപ്രതിനിധികൾ ഇത്തരം അവർക്ക് ആവശ്യമുള്ള ഒരു പൊതുവായ പ്രശ്നം വരുമ്പോൾ പോലും അതിൽ കാര്യക്ഷമമായിട്ട് ഇടപെടുന്നുണ്ടോ എന്നത് ഇപ്പോഴും ഒരു സംശയം തന്നെയാണ്. ഇത്തരം സംഭവങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് പൊതുജനങ്ങൾ ഒരു പൊതുജന ജനാധിപത്യ അസോസിയേഷൻ നിർമ്മിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ്.